ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ക്രീമിയുമായുള്ള ഒരു മഷ്റൂം കറിയാണ്. ചപ്പാത്തി, പൊറോട്ട, തന്തൂരി റൊട്ടി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കോമ്പിനേഷനാണിത്. ഇതിനായി വേണ്ടത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ മഷ്റൂമും സവോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. ആദ്യം ഒരു പാനിൽ കുറച്ച് വെണ്ണ ചൂടാക്കുക. വെണ്ണ നന്നായി ഉരുകി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിലും നല്ലൊരു ഓപ്ഷനാണ്. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോളയും നന്നായി ഒന്ന് വഴന്നു വരണം. അപ്പോൾ വഴന്നു വരുവാനായി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴന്നു വരാനായി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മഷ്റൂം ചേർത്തതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒന്നും ചേർക്കേണ്ടതില്ല. മഷ്റൂമിൽ നിന്ന് തന്നെ ഒരു നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ അതൊന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം തന്നെ നോക്കുക, നമ്മളൊരു 3 മിനിറ്റ് മാത്രമാണ് അടച്ചു വെച്ച് വേവിച്ചത്. ആവശ്യത്തിന് വെള്ളം ഇറങ്ങി മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു അടിപൊളി ഫ്ലേവറും ആൻഡ് ടേസ്റ്റും ആയിരിക്കും തരുന്നത്. കൂടാതെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഫ്രഷ് ക്രീമും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ തേങ്ങയുടെ 1/4 പാൽ ഉപയോഗിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് തിളച്ച് ആ ചീസും അതിനകത്തോട്ട് അലിഞ്ഞു ചേരുമ്പോൾ തന്നെ കറി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീമി മഷ്റൂം കറി റെഡിയായി. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വലുതായ എരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും നന്നായി ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം.